അപ്പം നമ്മുടെ തായ്ലൻഡ് വിശേഷങ്ങളാട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാത്രിയായിരുന്നു കേട്ടോ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിപ്പോയി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ ഫ്ലോട്ടിംഗ് മാർക്കറ്റായിരുന്നു. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അത്യാവശ്യം ഒരുപാട് പർച്ചേസും കാര്യങ്ങളായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ തായ്ലൻഡ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പർച്ചേസിന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ പൈസ നമുക്ക് കുറച്ചൊക്കെ ലാഭം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല കേട്ടോ. അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോസ് എടുക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ പൈസ എണ്ണി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോയതായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വന്നാൽ അന്ന് നമ്മൾ ഫുൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റും ബുദ്ധ ടെമ്പിളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഡേ നമ്മൾ പിന്നെയും ഒരുങ്ങിക്കിട്ടി പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഹോട്ടലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകുമായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം തന്നെ ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയേ. അതിനുശേഷം നമ്മൾ അത്യാവശ്യം വലിയൊരു മോളിലോട്ടായിരുന്നു പോയത് കേട്ടോ. അതിൻ്റെ മുകളിൽ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കൂടുതലായതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എല്ലാ പ്രൊഡക്ട്സും അവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാ ബ്രാൻഡും അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഡ്രസ്സ് മാത്രമല്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റേറ്റ് കുറവായിരുന്നു കേട്ടോ. പക്ഷേ ഷൂസ് അതേപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ആനക്കുട്ടീനെ കാണാൻ വേണ്ടിയാട്ടോ പോയത്. ആനക്കുട്ടീനെ കാണാൻ വേണ്ടി പോയപ്പോൾ രക്ഷയില്ല. ആനക്കുട്ടീൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു 50 പാത്തൊക്കെ നമ്മൾ കയ്യിൽ വെച്ച് കൊടുത്താൽ ആനക്കുട്ടി നമ്മളിങ്ങനെ അനുഗ്രഹിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അടിപൊളി സ്പോട്ടുകളായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഇത് നമ്മൾ സ്വർഗ്ഗത്തിലൊക്കെ പോയൊരു ഫീലായിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അടിപൊളി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആനക്കുട്ടിയുടെ ഡാൻസും അതേപോലെ തന്നെ നമ്മൾ ഡോൾഫിൻ കുട്ടൻ്റെ ഡാൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നൈസായിരുന്നു കേട്ടോ. ഒറാങ്കുട്ടൻ്റെ ഡാൻസ് അത് ഏറ്റവും കൂടുതൽ അടിപൊളി എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലിപ്പിങ്സൊക്കെ പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടോ, അതുകൊണ്ട് ആഡ് ചെയ്യാത്തത്. പക്ഷെ കിട്ടുകയാണെങ്കിൽ ഉറപ്പാണ് നെക്സ്റ്റ് വീഡിയോ കാണിക്കാം. അപ്പോൾ ടാറ്റാ.